കേന്ദ്ര സർക്കാർ ഒരു പുതിയ ഉഡായിപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. റെയിൽവേയാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളെ മൊത്തത്തിൽ മണ്ടന്മാരാക്കാം എന്ന് കരുതി രംഗത്ത് വന്നിരിക്കുന്നത്. വിഷയം കേരയിൽ പദ്ധതി തന്നെയാണ്. കേരയിൽ പദ്ധതി കേരളത്തിൻ്റെ സ്വന്തം പദ്ധതിയാണ്. കേരളം വിഭാവനം ചെയ്ത പദ്ധതി. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം തത്വത്തിൽ ലഭിക്കുകയും ചെയ്തിരുന്നു. അതനുസരിച്ച് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിരുന്നു, നടപടികളുമായി മുന്നോട്ട് പോയിരുന്നു. ആദ്യഘട്ടത്തിൽ ഏറ്റെടുക്കേണ്ടത് സ്ഥലമാണ്. സ്ഥലം ഏറ്റെടുക്കാൻ തയ്യാറായി രംഗത്ത് വന്ന ഘട്ടത്തിലാണ് കേരളത്തിലെ ഒരു കൂട്ടം മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി വലിയ സമരം നടത്താൻ UDF തയ്യാറായത്. കുറ്റിപ്പറിക്കൽ സമരം. ആ സമരം നടത്താൻ UDFന് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, ദേശീയപാതാ വികസനം കേരളത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അത് മുടക്കാൻ പരമാവധി ശ്രമിച്ചതാണ്. നന്ദിഗ്രാമിൽ നിന്ന് പോലും മണ്ണ് കൊണ്ടുവന്ന് വിതരണം ചെയ്തിട്ടൊക്കെ ആ സമരം ഒന്ന് കത്തിച്ചെടുക്കാം എന്ന് കരുതിയിരുന്നു UDFും BJPയും. സംയുക്ത സമരമായിരുന്നു. ശബരിമലയിലാണ് ഇതിനു മുമ്പ് ഒരു സംയുക്ത സമരം നടന്നത്, UDFും BJPയും. അതുപോലെ സംയുക്ത സമരമാണ് നടന്നത് കീഴാറ്റൂരിൽ, തളിപ്പറമ്പ് കീഴാറ്റൂരിൽ. ആ സമരത്തെ അതിജീവിച്ച് ദേശീയപാതാ വികസനം പൂർണ്ണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ സംഭാവനയാണ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഏറ്റവും പ്രധാന പദ്ധതിയായി മാറുകയായിരുന്നു കേരയിൽ പദ്ധതി. കേരളത്തിൻ്റെ യാത്രാ പ്രശ്നത്തിന് പരിഹാരം കാണുന്ന പദ്ധതി. കേരളം ഒരു നഗരമായി മാറാൻ പോകുന്നു. അപ്പോൾ എവിടെയും പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയണം. ജോലി ഒരു സ്ഥലത്ത് മാത്രം കേന്ദ്രീകരിക്കാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിക്കണം. ജോലി ചെയ്യാനുള്ള ഇടങ്ങൾ, ജോലി സാധ്യതകൾ വർദ്ധിക്കണം. ഇങ്ങനെയൊക്കെ കരുതിക്കൊണ്ടാണ് കേരയിൽ പദ്ധതി വിഭാവനം ചെയ്തത്. സംസ്ഥാന സർക്കാർ നേരത്തെ പറഞ്ഞതുപോലെ തത്വത്തിൽ അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു. ആ പദ്ധതി പക്ഷേ BJPയുടെ ഇടപെടൽ മൂലം തടസ്സപ്പെട്ടു. പ്രതിഷേധം ഉണ്ടായിരുന്നു. പക്ഷേ പ്രതിഷേധം കൊണ്ട് മാത്രം ഒരു പദ്ധതി ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ കേന്ദ്രം പദ്ധതിക്ക് അന്തിമ അനുമതി നൽകിയില്ല. അന്തിമ അനുമതി നൽകണമെങ്കിൽ DPRൽ മാറ്റം വരുത്തണം എന്നായിരുന്നു കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത്. അത്തരം ചർച്ചകൾ ഇടക്കാലത്ത് പൂർണ്ണമായും നിലച്ചിരുന്നു. പിന്നീട് മുഖ്യമന്ത്രിയും കേരളത്തിലെ മന്ത്രിമാരും ദില്ലിയിൽ പ്രധാനമന്ത്രിയുമായും മന്ത്രിമാരുമായുമൊക്കെ ചർച്ച നടത്തിയതിൻ്റെ ഒടുവിൽ വീണ്ടും മെല്ലെ മെല്ലെ അനങ്ങാൻ തുടങ്ങിയിരുന്നു കേരയിൽ പദ്ധതി. കേരയിൽ പദ്ധതിയുള്ള എതിർപ്പ് കുറഞ്ഞു വരികയും ചെയ്തു. കാരണം വന്ദേ ഭാരത് വന്നതോടുകൂടി കേരളത്തിലെ എല്ലാ യാത്രാ പ്രശ്നവും പരിഹരിക്കപ്പെടുമെന്നാണ് കോൺഗ്രസും BJPയും ഒന്നിച്ചു പറഞ്ഞിരുന്നത്. പക്ഷേ വന്ദേ ഭാരത് വന്നു. അപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ട്രെയിൻ സംവിധാനത്തിൻ്റെ ദയനീയാവസ്ഥ. വന്ദേ ഭാരത് ഓടണമെങ്കിൽ മറ്റു ട്രെയിനുകൾ പിടിച്ചിടേണ്ട അവസ്ഥ. എന്നിട്ടും യാത്രാ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല. ട്രെയിനുകളിൽ തിങ്ങി നിറഞ്ഞാണ് ആളുകൾ യാത്ര ചെയ്യുന്നത്. തൂങ്ങിപ്പിടിച്ചാണ് യാത്ര ചെയ്യുന്നത്. ശ്വാസം കിട്ടാതെ ആളുകൾ, യാത്രക്കാർ ബോധം കെട്ട് വീഴുന്ന അവസ്ഥ പോലും ഉണ്ടായി. അത് നിരന്തരം വാർത്ത വന്നുകൊണ്ടിരുന്നു കേരളത്തിൽ. അപ്പോൾ മനസ്സിലായി, വന്ദേ ഭാരത് വന്നാലും കേരളത്തിലെ ട്രെയിൻ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്ന്. മറ്റൊരു ഗതാഗത സംവിധാനം, ട്രെയിൻ സംവിധാനം ഉണ്ടാകണം. അത് കേരളം വിഭാവനം ചെയ്ത കേരയിൽ പദ്ധതിയാണ് എന്ന്. പക്ഷേ കേന്ദ്ര സർക്കാർ അതിലും ഒരു കളി കളിക്കാൻ തീരുമാനിച്ചു. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് ചെലവിൽ പദ്ധതി നടക്കണം. കേന്ദ്ര സർക്കാർ 5 പൈസ നൽകുകയുമില്ല. എന്ന് വെച്ചാൽ നിലവിലുള്ള ട്രെയിൻ സംവിധാനത്തിൻ്റെ ഭാഗമായിരിക്കണം കേരയിൽ പദ്ധതി. സ്റ്റാൻഡേർഡ് ഗേജിലാണ് ലോകത്തെമ്പാടുമുള്ള അതിവേഗ ട്രെയിൻ സംവിധാനം. അത് മാറ്റി ബ്രോഡ് ഗേജിലേക്ക് മാറ്റണം. അപ്പോൾ എന്താണ് ഗുണം? വന്ദേ ഭാരതിന് അതുവഴി ഓടാം, ചരക്ക് ഗതാഗതം അതുവഴിയാക്കാം. അങ്ങനെ കേരളത്തിൽ റെയിൽവേ വികസനം, റെയിൽവേ അങ്ങ് മാറി നിൽക്കും. കേരളത്തിലെ റെയിൽവേ വികസനം ആരുടെ ഉത്തരവാദിത്വമാണ്? കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്, കേന്ദ്ര റെയിൽവേയുടെ ഉത്തരവാദിത്വമാണ്. കേരളത്തിലെ റെയിൽ സംവിധാനം ഇപ്പോഴും ഇതുവരെയും ഡബിൾ ട്രാക്ക് പോലും ആയിട്ടില്ല. കേരളത്തിൽ 4 ട്രാക്കിനെ കുറിച്ചൊക്കെ സംസാരിച്ച് തുടങ്ങിയതേ ഉള്ളൂ. അതൊക്കെ പൂർത്തിയാകണമെങ്കിൽ വർഷങ്ങളെടുക്കും. സർവേയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്, എങ്കിലും എവിടെയും എത്തിയിട്ടില്ല. അത് വലിയ തുക മുടക്കണം കേന്ദ്ര സർക്കാർ. ഈ പദ്ധതി വന്നു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് കൈയൊഴിയാം. പദ്ധതി കേരളം നടപ്പാക്കിക്കൊള്ളും, ബ്രോഡ് ഗേജ് ആക്കിക്കൊള്ളും. അതിലൂടെ നമുക്ക് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമായുള്ള ട്രെയിനുകളെയും ഓടിക്കാം. ഇതാണ് ഉഡായിപ്പ്. ആ ഉഡായിപ്പിൽ നിന്ന് കൊടുക്കണോ കേരളം? കേരളത്തിൻ്റെ പണം കൊണ്ട് കേരളത്തിൻ്റെ സ്വന്തം പദ്ധതി നടപ്പാക്കിയിട്ട് അത് കേന്ദ്രത്തിന്, എന്ന് വെച്ചാൽ റെയിൽവേക്ക് കൈമാറുന്നത് പോലെയാകും സ്ഥിതി. അത് വേണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത്. അത് വേണ്ട എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനം എന്നാണ് അറിയുന്നത്. ഈ ഉഡായിപ്പിന് കൂട്ടുനിൽക്കേണ്ട കാര്യമില്ല. എങ്ങനെയാണോ കേരയിൽ വിഭാവനം ചെയ്തത്, അതിവേഗ പാത എങ്ങനെയാണോ വിഭാവനം ചെയ്തത്, അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. കേന്ദ്ര സർക്കാർ അനുമതി നൽകിയാൽ നടപ്പാക്കും, ഇല്ലെങ്കിൽ നടപ്പാക്കുന്നില്ല. അതാണ് കേരളത്തിൻ്റെ നിലപാട്. സംസ്ഥാനത്ത് അത്തരമൊരു പാത വേണമെന്ന ആവശ്യം ശക്തിപ്പെട്ട് വരുന്നുണ്ട്. അത് വരട്ടെ. അല്ലെങ്കിൽ മറ്റൊരു പാതയാണോ നിർമ്മിക്കേണ്ടത്?
അത് കേന്ദ്ര സർക്കാരിൻ്റെ ചുമതലയാണ്. കേന്ദ്ര സർക്കാർ നിർമ്മിക്കട്ടെ. അത് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുക എന്നത് മാത്രമാണ് സംസ്ഥാനം ചെയ്യേണ്ടത്. സംസ്ഥാനം അത് നിർവഹിക്കാൻ തയ്യാറുമാണ്. ചെലവ് മുഴുവൻ കേന്ദ്ര സർക്കാർ വഹിക്കട്ടെ. അല്ലാതെ ആ ചെലവ് കൂടി സംസ്ഥാനത്തിൻ്റെ തലയിലിട്ട് നമുക്ക് കൂടി ഒരു ട്രാക്ക് കൂടി കിട്ടുമല്ലോ, ആ ഉഡായിപ്പ് വേണ്ട. അത് നടക്കില്ല. കേരളത്തിൽ കേരയിൽ പദ്ധതി എന്നത് വിഭാവനം ചെയ്തതുപോലെ തന്നെ നടക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. അത് കേന്ദ്രം അനുമതി നൽകാതിരിക്കാൻ കേന്ദ്രത്തിന് കഴിയില്ല. കാരണം കേന്ദ്രത്തിൻ്റെയും കൂടി നയമനുസരിച്ചാണ് അത് വിഭാവനം ചെയ്തിരിക്കുന്നത്. നീട്ടിക്കൊണ്ടു പോകാൻ കഴിഞ്ഞേക്കും കേന്ദ്ര സർക്കാരിന്. അത് നടപ്പാക്കാതിരിക്കാൻ അല്ലെങ്കിൽ ആത്യന്തികമായി തടയാൻ കഴിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ കേരയിൽ പദ്ധതി എന്ന് വെച്ചാൽ അതിവേഗ ട്രെയിൻ പദ്ധതി കേരളത്തിൽ വന്നേ തീരൂ. അത് വൈകിപ്പിച്ച് കേരളത്തെ നശിപ്പിച്ചു കളയാം എന്നാണ് ധരിക്കുന്നത് BJPയും കോൺഗ്രസുമെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. കേരളം തന്നെ അതിന് മറുപടി പറയും. ജനങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്ത് വരും അക്കാര്യത്തിൽ എന്ന കാര്യം സംശയമേയില്ല. റെയിൽവേ വികസനം എന്നത് കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് കേന്ദ്രം നിർവഹിക്കട്ടെ. നിലവിലുള്ള ട്രെയിൻ സംവിധാനം അത് വിപുലപ്പെടുത്തേണ്ടതും കേന്ദ്രമാണ്. അത് അവർ തന്നെയാണ് ചെയ്യേണ്ടത്. അതിലേക്ക് റെയിൽ പദ്ധതിയെ കൂട്ടിക്കെട്ടി രക്ഷപ്പെട്ട് കളയാം എന്ന് കരുതേണ്ടതില്ല എന്ന നിലപാടിലേക്കാണ് കേരളം എത്തിയിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന. അതുകൊണ്ട് തന്നെയാണ് ചർച്ച 45 മിനിറ്റിൽ അവസാനിച്ചത്.